പിടിക്കാൻ കനകൊലു മോഡൽ. സോഷ്യൽ മീഡിയയിലെ കള്ളക്കളി പൊളിഞ്ഞു. കാപ്പന്റെ 2.5 കോടി വെള്ളത്തിലായോ? പൂരപ്പറമ്പിലെ തല്ലുമാല പോലെ പാലാ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സൈബർ വാർ ആണ് ട്രെൻഡ്. പാലാ MLA മാണി സി കാപ്പൻ ഇറക്കിയ 2.5 കോടിയുടെ ചാണക്യതന്ത്രം പാതി വഴിയിൽ പാളിയോ എന്നതാണ് ഇപ്പോൾ നാട്ടിലെ ചർച്ചാ വിഷയം. എതിരാളികളെ പൂട്ടാനിറങ്ങിയ PR ടീമിന്റെ ഓപ്പറേഷൻ സോഷ്യൽ മീഡിയ കൈയോടെ പിടിക്കപ്പെട്ടതോടെ പാലായിൽ കളി കാര്യമായിരിക്കുകയാണ്. എന്താണ് ഈ 2.5 കോടി തന്ത്രം? തിരഞ്ഞെടുപ്പ് ഗോതയിൽ സുനിൽ കനകൊലു സ്റ്റൈലിൽ കളി പഠിപ്പിക്കാൻ കാപ്പൻ എത്തിച്ച ടീം പ്രധാനമായും ലക്ഷ്യം വെച്ചത് ജോസ് കെ മാണിയെയും ഷോൺ ജോർജിനെയുമാണ്. ഇവരുടെ പേരും ഫോട്ടോയും വെച്ച് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ആദ്യപടി. അക്കൗണ്ട് വരും, അസഭ്യം പറയും. ജോസ് കെ മാണി അല്ലെങ്കിൽ ഷോൺ ജോർജ് അനുകൂലികൾ എന്ന് തോന്നിപ്പിക്കുന്ന അക്കൗണ്ടുകൾ വഴി മറ്റുള്ളവരെ മോശമായി അധിക്ഷേപിച്ച് കമന്റുകൾ ഇടുക. ഉടൻ തന്നെ ഈ മോശം കമന്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് കണ്ടോ ഇവരുടെയൊക്കെ സ്വഭാവം, കാപ്പനെ അപമാനിക്കുന്നേ എന്ന തരത്തിൽ നാട്ടിലാകെ പ്രചരിപ്പിക്കുകയാണ്. അടുത്തതായി അവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗമാണ് ഇമേജ് കില്ലിംഗ്. എതിരാളികളുടെ ജനപിന്തുണ ഇല്ലാതാക്കാനായി ഈ ഡിജിറ്റൽ ചാണക്യതന്ത്രമാണ് PR സംഘം പയറ്റിയത്. എന്നാൽ പുളിക്കക്കട്ടം കുടുംബക്കാർ കളിച്ച കളി പാളിയതോടെ എല്ലാം തകിടം മറയുകയായിരുന്നു. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തതാണെങ്കിലും ടൈമിംഗ് തെറ്റിയതോടെ പണിപാളി. പുളിക്കക്കണ്ടം ഫാമിലി ജോസിനെ മാത്രം ഉന്നം വെച്ച് നടത്തിയ ആഞ്ഞടിക്കലോടെയാണ് കള്ളി വെളിച്ചതായത്. വ്യാജ കമന്റുകൾക്ക് പിന്നാലെ ഒരേ അച്ചിലിട്ട ശൈലി സൈബർ വിദഗ്ധർ തിരിച്ചറിഞ്ഞതോടെയാണ് സംഗതി ചീറ്റിപ്പോയത്. അതോടെ ഈരാറ്റുപേട്ടയുടെ സുൽത്താൻ എന്ന പേരിൽ ഇവരുണ്ടാക്കിയ പേജും ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. ഇനി വരാൻ പോകുന്നത് ആരോപണങ്ങളുടെ പെരുമഴയായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. 3 മാസത്തേക്ക് 2.5 കോടി രൂപയുടെ കരാറിലാണ് ഈ PR വർക്ക് നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാജ ആരോപണങ്ങളും മോർഫ് ചെയ്ത വീഡിയോകളും വ്യാജ സ്ക്രീൻഷോട്ടുകളും പാലക്കാരുടെ വാട്സപ്പുകളിൽ ഒഴുകിയെത്താനുള്ള സാധ്യത ഏറെയാണ്. സത്യമേത് കള്ളമേത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുക എന്നത് പാലായിലെ വോട്ടർമാരുടെ കടമയാണ്. ഒരിക്കൽ പറ്റിയ തെറ്റ് തിരുത്തുവാനുള്ള അവസരം പാലക്കാർ പാഴാക്കില്ല എന്ന് തന്നെ കരുതാം. കാപ്പൻ സർ ചെലവാക്കുന്ന ഈ 2.5 കോടി രൂപ വെറുതെ ആകുമോ, അതോ പാലക്കാർ വീണ്ടും വഞ്ചിതരാകുമോ എന്നറിയാൻ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും.